ആദം നബിക്ക് സന്തോഷവും സമാധാനവും കിട്ടിയത് എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ലിതസ്കുനു ഇലൈഹ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്നാ പറഞ്ഞു. നിനക്ക് സന്തോഷം വേണോ, സമാധാനം വേണോ, ആനന്ദമുള്ള സുഖമുള്ള ഒരു നല്ല ജീവിതം വേണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ആനന്ദം. ഈ ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും സന്തോഷമുള്ള ജീവിതം കുടുംബ ജീവിതമാണെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കും, അല്ലാഹുവേ, എന്നിട്ട് ഞാൻ പെണ്ണ് കെട്ടിയിട്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലല്ലോ. തന്നെ ഖുർആൻ പറഞ്ഞത്, ചരിത്രം പറയുന്നത് വിവാഹം കഴിച്ചാൽ സന്തോഷം കിട്ടുമെന്ന. എങ്കിലും നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ ആ സന്തോഷം കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കാരണം ഖുർആനിനല്ല തെറ്റുപറ്റിയത്, നമുക്കാ തെറ്റുപറ്റിയ. നമ്മുടെ പോരായ്മകൾ കൊണ്ടാണ്, നമ്മുടെ ജീവിതം ജീവിതമാകാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, വിവാഹം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ഇന്നീ രണ്ട് നിക്കാഹുകൾ, പാവപ്പെട്ട രണ്ട് സഹോദരിമാരുടെ നിക്കാഹുകൾ ഈ പുണ്യമായ സദസ്സിൽ വെച്ച് ഉലമാക്കളുടെ നടുവിൽ, ഉമറാക്കളുടെ നടുവിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം, അതും പടച്ചവനെ സുന്നത്തായ രീതിയിൽ, ഇസ്ലാം പറയുന്ന രീതിയിൽ, മുത്തുനബി പറഞ്ഞു തന്ന രീതിയിൽ, ആഡംബരങ്ങളോ അനാചാരങ്ങളോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പേരുദോഷം കേൾപ്പിക്കുന്ന ഒരൊറ്റ അനാചാരവുമില്ലാത്ത രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ, സുന്നത്തായ രീതിയിൽ ഈ വിവാഹം നടത്താൻ ഇതിന്റെ സംഘാടകർക്ക് കഴിഞ്ഞു. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇന്നത്തെ വിവാഹങ്ങൾ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവനവന്റെ പണക്കൊഴുപ്പ് കാണിക്കാനുള്ള ഒരു വേദിയായി വിവാഹം മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടാൽ അത്ഭുതം തോന്നുന്ന, അറപ്പ് തോന്നുന്ന രീതിയിൽ ഇന്നത്തെ വിവാഹത്തിന്റെ ആർഭാടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം രീതിയിലാ ഗാനമേളകൾ നടത്തുന്നു, ഘോഷയാത്രകൾ നടത്തുന്നു, ആനപ്പുറത്ത് കയറി വരുന്നു. ഇനിയിപ്പോ ഒരു കാലത്ത് കഴുതയുടെ പുറത്തും കയറുമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ എത്തി നിൽക്കും നമ്മുടെ സമുദായം? എങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച. ലോകത്ത് ആദ്യത്തെ വിവാഹം നടന്നത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച. ഇനി ഏറ്റവും അവസാനത്തെ വിവാഹം നടക്കുന്നതോ അതും സ്വർഗത്തിൽ വെച്ചാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമല നിക്കാഹ്. നിസ്കാരം സ്വർഗത്തിൽ വെച്ചാണ് തുടങ്ങിയേ, സക്കാത്ത് സ്വർഗത്തിൽ വെച്ചാണ് തുടങ്ങിയേ, സദക്ക അവിടെ വെച്ചാണ് തുടങ്ങിയേ, ഹജ്ജ് അവിടെ വെച്ചാണ് തുടങ്ങിയേ, ഖുർആൻ അവിടെ വെച്ചാണ് തുടങ്ങിയ. അല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ വിവാഹം അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ. ഇനി അവസാനത്തെ വിവാഹം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ഇവരെ വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണെന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം എന്ന് പറയുന്നത് ഇബാദത്താ. അപ്പൊ ആ ഇബാദത്തിൽ ഈ സദസ്സിൽ വന്ന ഓരോ മനുഷ്യനും ഇന്ന് നമ്മൾ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്നത് ആർക്കാ? വിവാഹത്തിൽ പങ്കെടുക്കുമ്പോ, നിക്കാഹിൽ പങ്കെടുക്കുമ്പോ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്നതാർക്കാ? ഇപ്പൊ വിവാഹത്തിന് വിളിച്ചാൽ, നിക്കാഹിന് വിളിച്ചാ ഇപ്പൊ അല്ലോ അല്ലാഹ് ഓൻ വിളിച്ചല്ലോപ്പാ, ഞാൻ പോയില്ലെങ്കിൽ ഓൻ എന്താ വിചാരിക്കും? അങ്ങനെ പലരും കരുതുന്നേ. എല്ലാരും വിവാഹത്തിന് പോകുന്നു, ഞാൻ പോയില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും? എന്റെ കുടുംബക്കാരനാണല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് തലകാണിച്ചിട്ട് വലിയ എന്നുള്ള രീതിയിൽ വിവാഹത്തിന് വന്ന ഇബാദത്തിന്റെ കൂലിയല്ല. അല്ലാഹുവേ, ഇത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണല്ലോ. ആ അമലിനോടുള്ള മഹബത്ത്, അതിനോടുള്ള ബഹുമാനം കാരണം, ആദരവ് കാരണം, അല്ലാഹുവേ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ചിന്തയോടെ, ആ നീയത്തോടെ ആരെല്ലാം ഈ സദസ്സിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടോ അവർക്ക് അല്ലാഹു ഇബാദത്തിന്റെ കൂലി നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ഒരു പ്രഭാഷണത്തിന്റെ സദസ്സല്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നിനക്കൊരു ഗുണപാഠമാണ്, ഇത് നിനക്കൊരു പാഠമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീന് പറഞ്ഞ രീതിയിൽ വിവാഹം നടത്തിയാൽ അല്ലാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് തരും. നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ഇന്ന് വിവാഹത്തിന്റെ ദിവസമാണ്. ഈ കല്യാണ പെണ്ണും പയ്യനും